പശ്ചിമ ബംഗാളിൽ നാളെ ആണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്. നാളെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് അവസാന ഘട്ടം കൂടിയാണ്. 142 മണ്ഡലങ്ങളിൽ ആണ് ഈ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്നത്. മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂരിൽ ഉൾപ്പെടെ ആണ് നാളെ പോളിംഗ് നടക്കാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, നാളെയോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയാണ്. ഒരുപക്ഷെ രണ്ട് ബ്രാൻഡുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗും പശ്ചിമ ബംഗാളിലേതാണ്. ആദ്യഘട്ടത്തിലേതുപോലെ ഒരു റെക്കോർഡ് പോളിംഗ് രണ്ടാം ഘട്ടത്തിലും പ്രതീക്ഷിക്കുകയാണോ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും? അങ്ങനെ കരുതണം അഭിലാഷ്. കാരണം മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതപ്പെടുന്ന 6 ജില്ലകളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും നിർണായകം ഇത് ന്യൂനപക്ഷ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളായ 6 ജില്ലകൾ കൂടിയാണ്. അതിൽ മുർഷിദാബാദ്, മാൾഡ, ഉത്തർ ദിനാജ്പൂർ, സൗത്ത് പർഗാനസ്, നോർത്ത് പർഗാനസ്, ബിർഭൂം എന്നീ ജില്ലകളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന 118 മണ്ഡലങ്ങൾ 294 118 മണ്ഡലങ്ങൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. BJP ഒക്കെ ഇവിടെ കാര്യമായ തോതിലുള്ള സീറ്റെണ്ണം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ SIRന്റെ ഒക്കെ ഒരു സ്വാധീനത്തിൽ പല മേഖലകളിലും കടന്നു ചെല്ലാം, കരുത്ത് തെളിയിക്കാം എന്ന് BJP കരുതുന്ന പശ്ചാത്തലം ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ പരസ്യ പ്രചരണ ദിവസം വലിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ജില്ലകൾ കൂടിയാണ് ഇത്. BJP തൃണമൂൽ പ്രവർത്തകർ വ്യാപകമായി പരസ്പരം തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു. ഇതിൽ മുർഷിദാബാദിൽ ഏതാണ്ട് 66% മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലയാണ്. മാൾഡയിലാകട്ടെ 51%, ഉത്തർ ദിനാജ്പൂരിൽ 49% മുസ്ലിം ജനസംഖ്യയുണ്ട്. അങ്ങനെ ഈ ജില്ലകൾ നേരത്തെ പറഞ്ഞ പോലെ തൃണമൂലിൻ്റെ വോട്ട് വിഹിതത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ജില്ലകൾ കൂടിയാണ്. ഈ ഇടതുമുന്നണിയാണ് ഈ ജില്ലകൾ 2011 വരെയൊക്കെ ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്ന, ഇടതുപക്ഷം കരുത്ത് ആയ സമയത്ത് ഇടതുമുന്നണിയെ പിന്തുണച്ച ജില്ലകൾ കൂടിയാണിത്. ഇത് വളരെ പെട്ടെന്ന് മമതയിലേക്ക് മാറുകയും പിന്നീട് ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ മമതാ ബാനർജിക്ക് കരുത്തായി ഈ ജില്ലകൾ മാറുകയും മറ്റുമായിരുന്നു. അതേസമയം SIRുമായി ബന്ധപ്പെട്ട ആശങ്ക ഇത്തവണ മമതാ ബാനർജിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. SIRൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വെട്ടിനീക്കപ്പെട്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വോട്ടുകളാണ് എന്നുള്ള ആരോപണം മമത ഉന്നയിക്കുന്നുണ്ട്. അതിനെ BJP ഖണ്ഡിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ഈ ജില്ലകളിൽ ഏത് തരത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും 294 നിയമസഭാ സീറ്റുകൾ, അതിലേറ്റവും അവസാനം നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്, ഇത് വളരെ നിർണായകമായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ ശബ്ദ പ്രചരണ ദിവസം വലിയ ആവേശത്തോടു കൂടിയാണ് BJPയും ഒപ്പം തൃണമൂലും ആ ദിവസത്തെ സമീപിക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് അക്രമ സംഭവങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണ ദിവസമാണ് അവിടെ. നമുക്കറിയാം, 90-നടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഘട്ടത്തിലും സമാനമായി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ മേഖലയൊക്കെ ആയതുകൊണ്ട് വലിയ തോതിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് BJP അടക്കം പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് തൃണമൂൽ കോൺഗ്രസും ഭരണം പിടിച്ചെടുക്കാൻ BJPയും അതിശക്തമായി കഠിനാധ്വാനം നടത്തുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം ബംഗാൾ. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ്. 294 സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ടം നാളെ നടക്കുകയാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം അടക്കം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തുകളിലേക്കൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്. അതീവ സുരക്ഷയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ്. 40,000-ലധികം ബൂത്തുകൾ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ എല്ലാം തന്നെ വെബ്കാസ്റ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ കേന്ദ്രസേനയെ അടക്കം ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്രസേനയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണ് എന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. പക്ഷേ സുരക്ഷിതമായി വോട്ട് ചെയ്യുവാനുള്ള അവസരം പല ബൂത്തുകളിലും ബൂത്ത് പിടുത്തമൊക്കെ വ്യാപകമാകുന്ന, പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി അങ്ങനെ വോട്ട് ചെയ്യാൻ ആളുകൾ ബൂത്തിലേക്ക് എത്താത്ത സാഹചര്യമുണ്ട്. അതിന് വ്യത്യസ്തമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള മറുപടി. മാത്രവുമല്ല, 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് സമാപിക്കുന്നു. സാധാരണ 8 ഘട്ടങ്ങളൊക്കെ വരെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കുന്നതിന് വേണ്ടിയാണ് ഈ കേന്ദ്രസേനയെ അടക്കം കൂടുതൽ വിന്യസിക്കുന്നത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.